करते हैं। ബലമോ ഒന്നുമല്ല, ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ വന്നത്. इन दिनों में हम प्रार्थना कर रहे हैं कि कलीसियाओं में बहुत बड़ा बेधारी को देखना है। ഈ ദിനങ്ങളിൽ സഭയുടെ ഒരു ഉണർവിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. हमारे निरंतर के प्रार्थनाओं में बड़े जागृति कलीसियाओं में परमेश्वर के लोगों के बीच में होने के लिए हम निरंतर प्रार्थना करें। ദൈവജനത്തിന് നടുവിൽ വലിയൊരു ഉണർവിന് വേണ്ടി, ദൈവസഭയുടെ ഒരു ഉണർവിന് വേണ്ടി നമ്മൾക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता उसके 85 और उसके 6 आयत के ओर हमारे ध्यान हम लेकर आएंगे। Psalms 85 verses 6 हमारे ध्यान हम लेकर आएंगे। സങ്കീർത്തനങ്ങൾ 85ന്റെ 6ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? हे परमेश्वर, हम तुझ पे आनंदित होने के लिए क्या तो हमें दोबारा नहीं जिलाएंगे करके भजन संहिता लिखने वाला परमेश्वर से प्रार्थना कर रहा है। നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. परमेश्वर के लोग परमेश्वर में आनंद मनाना है तो परमेश्वर में दोबारा जागृत करना जरूरी है। ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ അവർ ജീവിപ്പിക്കപ്പെടണം. हालेलुया। आज वो आनंद शायद खत्म हो गया है, लेकिन हम परमेश्वर से प्रार्थना करने पाए कि खुदा, हम दोबारा आप में आनंदित होने के लिए तो हमें जीवित करना जरूरी है। ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ദൈവമേ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടത്. हालेलुया। यदि जिंदा करना है तो उसका मतलब कुछ चीजें मरा हुआ है, इसके लिए उस मरे हुए अवस्था से जी उठाए जाने के लिए भजन संहिता लिखने वाला इस प्रकार प्रार्थना कर रहा है। ജീവിപ്പിക്കണം എന്നതാണ് ഇവിടെ പറയുന്നെങ്കിൽ ഏതൊക്കെയോ അവസ്ഥകൾ, ഏതൊക്കെയോ കാര്യങ്ങൾ മരിച്ച അവസ്ഥയിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് താൻ പറയുന്നത് അതിൽ നിന്ന് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന്. हालेलुया। जो जिंदा रहना चाहिए था, जो उत्साहित रहना चाहिए था, वो उस प्रकार के कार्यों को नहीं कर पा रहा है, तब भजन संहिता लिखने वाला कहता है कि हे खुदा, तू हमें जीवित कर। हालेलुया। तू हमें जीवित कर प्रभु। हालेलुया। ताकि हम तुझ में हम आनंद मना पाए। ജീവനോടെ ആയിരിക്കേണ്ട അനുഭവങ്ങളിൽ എന്തൊക്കെയോ മരിച്ചു പോയിരിക്കുന്നത് പോലെ അനുഭവങ്ങൾ, അവൻ ഉത്സാഹമില്ലാത്തതുപോലെ ആയിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിച്ചതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങളിലെ സന്തോഷം മടങ്ങി ലഭിക്കേണ്ടതിനെ ഞങ്ങളെ ജീവിപ്പിക്കണമേ. यदि परमेश्वर ने हमें जीवित किया तो हम जरूर आनंदित होते रहेंगे। ദൈവം നമ്മെ ജീവിപ്പിച്ചാൽ നമ്മളിൽ ആനന്ദമുണ്ടാകും. परमेश्वर ही हमें वो आनंद दे सकता है। ദൈവത്തിന് മാത്രമേ ആ സന്തോഷം തരുവാൻ इसके लिए കഴിയൂ. इन दिनों में उस रिवाइवल के लिए हम प्रार्थना करना जरूरी है। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. हमारे कलीसियाएं जागने पाए, നമ്മുടെ സഭകൾ ഉണർത്തപ്പെടട്ടെ, हमारे परिवार जागने पाए, നമ്മുടെ കുടുംബങ്ങൾ ഉണർത്തപ്പെടട്ടെ, हमारे व्यक्तिगत जिंदगियां जागने पाए, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഉണരട്ടെ. परमेश्वर के साथ के वो संबंध इन दिनों में उस जागृति की ओर हमें लेकर जाने पाए। ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നമ്മളെ ആ ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് നയിക്കട്ടെ. हालेलुया। नया नियम में हम देखते हैं कि नया नियम की कलीसिया में परमेश्वर ने बहुत बड़े जागृति को भेजा था। പുതിയ നിയമസഭയിൽ ദൈവം അയച്ച ഉണർവിനെ കുറിച്ച് നമ്മൾക്കറിയാം. हालेलुया। और उसका आधार हम प्रेरितों के काम में हम देखते हैं कि प्रेरितों की पुस्तक से हम वो रिवाइवल को हम देख पाते हैं। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് ആ ഉണർവിന്റേതായ അനുഭവങ്ങൾ നമ്മൾ കാണുന്നത്. हालेलुया। नए नियम का फाउंडेशन ही प्रेरितों के काम है, वहां से उस बड़े बेधारी को हम देख रहे हैं। പുതിയ നിയമസഭയുടെ ഒരു അടിസ്ഥാന വിഷയങ്ങൾ കുറിച്ച് അത് ആ ഉണർവ് ഒക്കെയും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ആരംഭിക്കുന്നു. क्योंकि यीशु ने अपने चेलों से कहा कि तुम यरूशलेम में इंतजार करना और जब तक तुम सामर्थ्य प्राप्त ना करे तब तक इस यरूशलेम को छोड़कर नहीं जाना। യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാനിടയായി, നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്കുക, ഇവിടെ താമസിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം ഇവിടെ പാർക്കുക എന്ന് ആമേൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. हालेलुया। प्रेरितों के काम उसके दूसरे अध्याय में हम देखते हैं कि वो सामर्थ उतर कर आया और वहां पर हुआ उस बदलावटों को हम जरूर पढ़ते हैं।
രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശക്തി അവർ പ്രാപിച്ചതും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴുണ്ടായ മാറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ട്. हालेलुया। वो एपिसोड बेथारी के लिए पवित्र आत्मा का सामर्थ्य एपिसोड उसका गहराई को जानना बहुत जरूरी है। ഉണർവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ അറിയണം, പരിശുദ്ധാത്മാവിന്റെ ബലം എന്തെന്ന് നമ്മൾ അറിയണം. इट इज द प्रेजेंस ऑफ गॉड, परमेश्वर की उपस्थिति हमारे बीच में वो जागृति को लेकर आता है। ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ഇടയിലേക്ക് ഉണർവ് അയക്കുന്നത്. हालेलुया। परमेश्वर की उपस्थिति इतना गहरा रहा कि अननियास और सफीरा भी हालेलुया प्रेज़ लॉर्ड पर पवित्र आत्मा के खिलाफ झूठ बोल नहीं पाया। ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹാത്മ്യ നിമിത്തം അനന്യാസും സഫീറയ്ക്കും അവിടെ അവൻ കള്ളം പറഞ്ഞ് ദൈവസന്നിധി നിൽപ്പാൻ കഴിഞ്ഞില്ല. हालेलुया। उन्होंने सोचा कि हालेलुया प्रेज़ लॉर्ड घर में गुप्त बातों का प्रेज़ लॉर्ड चर्चा करेंगे और चर्च जाएंगे और वहां पर यदि कुछ बातों को कहेंगे तो वहां का पास्टर को बिल्कुल पता नहीं चलेगा। അവര് ചിന്തിച്ചത് വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൻ ഒളിച്ചു വെച്ച രഹസ്യങ്ങളുമായി ദൈവസന്നിധിയിൽ പോയാൽ പാസ്റ്ററിന് മനസ്സിലാകത്തില്ല എന്ന് ചിന്തിച്ചു. सबसे पहला अचायन वहां पर आया। ആദ്യമേ അനന്യാസ് വന്നു. हालेलुया। अचायन जैसे ही चर्च में आया, बड़े डोनेशन का चेक लेकर आया था। हालेलुया प्रेज़ लॉर्ड। और उन्होंने सोचा कि जब ये चेक लेकर आकर देंगे तो वहां पर फ्रंट में जो बड़ा सा बोर्ड है वहां पर गोल्डन अक्षर में इनका नाम लिखा जाएगा। അനന്യാസ് വിചാരിച്ചത് താൻ വലിയ ഡൊണേഷൻ കൊടുക്കാനുള്ള ചെക്കുമായി വരുമ്പോൾ തന്റെ ചെക്ക് സ്വീകരിച്ചതിന് ശേഷം തന്റെ പേര് സ്വർണ്ണലിപികളിൽ മുന്നിലത്തെ ബോർഡിൽ തന്നെ എഴുതുമെന്ന് ചിന്തിച്ചാ വന്നത്. हमारे चर्च में पीछे है एक बड़ा सा बोर्ड, वहां पर नोटिस बोर्ड हमें उसे कहते हैं, जो भी नोटिस है उसमें लगा कर रखते हैं। ഞങ്ങളുടെ ചർച്ചിലെ പുറകിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. നോട്ടീസ് കാര്യങ്ങളെല്ലാം അതിനകത്താണ് ഇടുന്നത്. वहां पर लिखा जाता है कि कॉटेज मीटिंग किसके नाम में है, कब है, और सभी नोटिस वहां पर हम लगा के रखते हैं। അവിടെ ഭവന പ്രാർത്ഥനകൾ ആരുടെ പേരിലാണ് എല്ലാ വിവരങ്ങളും ആ നോട്ടീസിലാണ് എഴുതുന്നത്. लेकिन इतना बड़ा डोनेशन आएगा तो हम वो बोर्ड स्टेज में लेकर आएंगे और गोल्डन अक्षर में जरूर उनका नाम हम लिखेंगे। എന്നാൽ ഇത്രയും വലിയ സംഭാവന വരുമ്പോൾ ഈ ബോർഡ് നമ്മൾ മുന്നിൽ കൊണ്ടുവരണം, മുന്നിൽ കൊണ്ടുവന്ന് എഴുതി വെക്കണം. आचार्य ने सोचा कि पहले मैं जाता हूँ, पहला मेरा नाम आएगा, बाद में मेरा पत्नी आएंगे, उनका भी नाम वहां पर लिखा जाएगा। അച്ചായൻ വിചാരിച്ചത് ഞാൻ ഇപ്പോൾ പോയി കൊടുക്കാം, എന്റെ പേരൊക്കെ എഴുതി വരുമ്പോഴത്തേനും ഭാര്യയും വരും, അവളുടെ പേരും കൂടെ എഴുതിപ്പിക്കാം. हालेलुया। लेकिन उसे नहीं पता था कि नाम भी मिटाए जाने वाला है। എന്നാൽ അവൻ അറിഞ്ഞില്ല പേര് പോലും ഇല്ലാതെയാകുവാൻ പോവുകയാണ്. किसके सामने झूठ बोलने के लिए जा रहे हैं? ആരുടെ മുന്നിൽ ആ കള്ളത്തരം പറയാൻ? पवित्र आत्मा के सामने क्या छुपाया जा सकता है? പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ എന്താ മറഞ്ഞിരിക്കുന്നത്? प्रेरित पत्रोस के सामने सब कुछ छुपा सकता है, लेकिन पवित्र आत्मा के सामने कुछ भी बातें छुपाया नहीं जा सकता है। പത്രോസ് അപ്പോസ്തലന്റെ മുന്നിൽ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുവാൻ കഴിയാമായിരിക്കും, പക്ഷേ എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ ഒന്നും മറവില്ല. हालेलुया। पवित्र आत्मा वहां पर है, उसका उपस्थित इतना गहरा रहा कि हालेलुया प्रेज़ लॉर्ड सफीरा से वहां पर लोग कहता है कि तेरा पति को अभी दफनाए हुए लोग यहाँ पर अभी भी इंतजार कर रहा है, तेरा भी वही हालत होने वाला है। പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ആ ശക്തി നിമിത്തം ആമേൻ അനന്യാസ് മരിച്ചുപോയി. സഫീറ വന്നപ്പോൾ അവിടെ ആമേൻ അനന്യാസിനെ അടക്കിയവർ പറയുക, അവനെ നിന്റെ ഭർത്താവിനെ അടക്കിയവരുടെ കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിനക്കും ഇത് തന്നെ വന്നു ഭവിക്കും. पवित्र आत्मा की उपस्थिति उतना गहरा रहा, झूठ भी उसके सामने बोल नहीं सकते थे। പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മുന്നിൽ, ആ ശക്തിയുടെ മുന്നിൽ കള്ളത്തരം പറഞ്ഞു നിൽപ്പാൻ കഴിയില്ല. हालेलुया। दूसरे एक समय पत्रोस और यूहन्ना परमेश्वर की आलय में आराधना करने के लिए जा रहा है। മറ്റൊരു വട്ടം പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. वहां पर जन्म से लंगड़ा एक व्यक्ति को देखते हैं। ജന്മം മുതൽ മുടന്തനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുകയാണ്. हालेलुया। और वे इस पत्रोस और यूहन्ना से कुछ प्रतीक्षा करते हुए वहां पर बैठा हुआ है। പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ അവനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ അവനുണ്ടായിരുന്നു. हालेलुया। प्रेज़ लॉर्ड। प्रेरित पत्रोस कहता है कि
पैसा मुझे देने के लिए नहीं है, चांदी या सोना देने के लिए नहीं है, लेकिन यीशु के नाम से मैं कहता हूं तो उठ जा। हालेलुया। जिस बंदे ने जन्म से उठा नहीं अपने पैरों पर, वो उस क्षण में वहां पर खड़ा हो पा रहा है। എന്നാൽ അവനെ കണ്ട് പത്രോസ് പറയുക, പൊന്നോ വെള്ളിയോ ഒന്നും എനിക്കില്ല, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആമേൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ ചാടി എഴുന്നേറ്റ് തുള്ളുവാൻ തുടങ്ങി. हालेलुया। वो कूदते हुए आराधनालय में परमेश्वर की आराधना करने के लिए जा रहा है। അവൻ ചാടിയും തുള്ളിയും ദൈവത്തെ ആരാധിച്ച് ദൈവാലയത്തിൽ കടന്നു. हालेलुया। पवित्र आत्मा का सामर्थ्य वो नॉर्मल नहीं है, वो एक्स्ट्रा ऑर्डिनरी है, असीमित सामर्थ्य है। उसे अनुभव करना बहुत ही श्रेष्ठ बात है। പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു സാധാരണ അനുഭവമല്ല. ആമേൻ അതിരുകളില്ലാത്ത അതിശക്തമായ ഒരു ദൈവിക ഇടപെടലാണ് ദൈവ സാന്നിധ്യം. ये प्रेरित पत्रोस के अंदर इतना हियाव कहां से हुआ? जिस प्रेरित पत्रोस ने यीशु को 3 बार इनकार किया था, लॉर्ड सब कुछ छोड़कर अपने नाव लेकर लॉर्ड अपने काम के लिए चले गया था, अब ये इतने हियाव के साथ किस प्रकार वो प्रचार कर पा रहा है? ഈ പത്രോസിന് ഇത്ര ആമേൻ ബലവും ധൈര്യവും എവിടെ നിന്നാ ലഭിച്ചത്? ആമേൻ യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞ ശിഷ്യൻ, ആമേൻ യേശുവിനെ വിട്ട് ആമേൻ വലയെടുത്തുകൊണ്ട് മടങ്ങി പടകിലേക്ക് പോയ ശിഷ്യൻ ഇപ്പോൾ ഇത്ര ധൈര്യത്തോടെ ശുശ്രൂഷിപ്പാൻ ഇവൻ എങ്ങനെയാ കഴിഞ്ഞത്? पवित्र आत्मा का सामर्थ्य जिंदगी की अवस्थाओं को बदल सकता है। പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ജീവിതത്തെ മാറ്റും. हालेलुया, प्रेज लॉर्ड। वहां पर प्रेरितों के काम में हम पढ़ते हैं, एंड द चर्च स्टार्टेड मल्टीप्लाइंग, वो गिनती में बढ़ना शुरू हो गया। നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്, സഭ വളരുവാനിടയായി. पवित्र आत्मा का सामर्थ्य जब हुआ तो वो गिनती में बढ़ना शुरू हो गया। ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ബലപ്പെട്ടപ്പോൾ സഭ പെരുകുവാനിടയായി. प्रेरितों के काम उसके 13वें अध्याय उसके 52 आयत की ओर हमारे ध्यान हम लेकर आएंगे। एक्ट्स चैप्टर 13 वर्सेस 52 जल्दी से हम देखेंगे। അപ്പോസ്തല പ്രവൃത്തികൾ 13:52 നമ്മൾക്ക് വായിക്കാം. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. और एक बार पढ़िएगा। ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. हालेलुया। जब प्रेरितों ने पवित्र आत्मा को पाया, वे आनंद से भर गए करके वहां पर लिखा है। ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സന്തോഷമുള്ളവരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. तो आनंद होना है तो पवित्र आत्मा का सामर्थ्य प्राप्त करना जरूरी है। അങ്ങനെയെങ്കിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. आपका निराशा हटना है तो पवित्र आत्मा का सामर्थ्य अनुभव करना बहुत जरूरी है। നമ്മുടെ നിരാശകൾ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾക്ക് വേണം. हालेलुया। आज हमारा प्रार्थना भी वही होने दे, हालेलुया, that we may be filled with the joy and with the Holy Spirit। पवित्र आत्मा और परमेश्वर की आनंद से हम भरे जाना बहुत जरूरी है। ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥനയും ഇത് തന്നെയായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവും സന്തോഷവും നമ്മിൽ നിറയട്ടെ. एक बात हम जानना जरूरी है कि इन दिनों में वो पवित्र आत्मा का उपस्थिति हम काफी बार अनुभव कर नहीं पाते हैं। എന്നാൽ ഈ ദിവസങ്ങളിലൊന്നും നമ്മൾക്ക് ശരിക്കും വാസ്തവത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നില്ല. We have lost the presence of God। वो पवित्र आत्मा का सामर्थ्य के उस उपस्थिति को हम काफी बार खो चुके हैं, वो हम अनुभव कर नहीं पा रहे हैं। പരിശുദ്ധാത്മ സാന്നിധ്യത്തെ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. हालेलुया। और कलीसियाओं में हम उस एम्बियंस को क्रिएट करने का कोशिश करते हैं ताकि लोग ऐसा लगे कि यहाँ पर पवित्र आत्मा का सामर्थ्य है। എന്നാൽ ചർച്ചുകളിൽ അവിടുത്തെ അലങ്കാരങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അവിടെ പരിശുദ്ധാത്മാ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. आप गलत फहमी में नहीं जाना। मैं जिस बातों को कह रहा हूं बड़े ध्यान से सुनना, हालेलुया, ताकि आपके मन में किसी प्रकार के शक ना गिरे। നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, തെറ്റായ ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കട്ടെ. हालेलुया। कलीसिया के अंदर वो एक एटमॉस्फेयर हम क्रिएट करने का कोशिश करते हैं ताकि आने वाले लोगों को ऐसा लगे कि पवित्र आत्मा का उपस्थिति है वो। സഭകളിൽ ഇങ്ങനെ ഒരു
പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വരുന്നവർക്ക് തോന്നുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണ്. I mean मीटिंग्स में जाते हैं, वहां पर कीबोर्ड का रिदम के अनुसार आराधना होता है. ആമേൻ. ആലയങ്ങളിൽ കീബോർഡിന്റെ ആ താളത്തിനനുസരിച്ചുള്ള ആരാധനയാണ് നടക്കുന്നത്. I mean रिदम जितना ज्यादा समय बढ़ेगा, टेम्पो कितना बढ़ेगा, उसके अनुसार आराधना बढ़ते जाता है. ആ കീബോർഡിന്റെ ടെമ്പോ കൂട്ടി വയ്ക്കുന്നതനുസരിച്ച് ആരാധനയുടെ ശക്തി കൂടി വരും. एक बार लाइट चले गया, आराधना वहां पर खत्म हो गया. അവിടെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ആരാധനയും തീരും. हालेलुया. क्या कीबोर्ड पवित्र आत्मा का नियंत्रण हो रहा है? കീബോർഡ് ആണോ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നത്? हालेलुया. काफी कलीसियाओं में हमने देखा है बढ़िया लाइट्स लगाया जाता है ताकि एक एम्बियंस क्रिएट करे कि हालेलुया प्रेज लॉर्ड आमीन, लोग आकर कंफर्टेबली आकर बैठ पाए. ചില സഭകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ലൈറ്റുകളൊക്കെ അവിടെ വെച്ചിട്ട് വരുന്ന ആളുകൾക്ക് ഒരു സുഖം തോന്നുവാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. आमीन हाल ही में आमीन एक चर्च के बारे में मैंने सुना कि वहां पर आमीन वहां के पास्टर यूएसए से आकर आमीन एक चर्च शुरू किया है और शहर का पूरा जवानों को अट्रैक्ट करने के लिए उन्होंने स्टेज में पूरा लाइटिंग्स लगा कर रखा है. ഒരു ചർച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടുത്തെ പാസ്റ്റർ അമേരിക്കയിൽ നിന്ന് പോയിട്ട് വന്നതിന് ശേഷം ആ സ്റ്റേജ് മുഴുവനും അവിടുത്തെ യവനക്കാരെയൊക്കെ ആകർഷിക്കേണ്ടതിന് മുഴുവൻ ലൈറ്റിംഗ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. I mean जैसा क्लब हाउसेस में या डीजे पार्टीज में लाइट होता है, वैसा डांसिंग लाइट्स वहां पर स्टेज में फिट किया है. വലിയ ക്ലബുകളിലൊക്കെ വയ്ക്കുന്നത് പോലെ ഈ ഡാൻസിങ് ലൈറ്റ് നൃത്തം ചെയ്യുമ്പോൾ വയ്ക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള प्रकाशंगल अवड़े वे क्रिएट करने का कोशिश कर रहे, एक एम्बियंस क्रिएट करने का कोशिश कर रहा है ताकि लोगों को लगे कि पवित्र आत्मा को उपस्थिति है. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുവാനുള്ള രീതിയിലുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. हालेलुया. हमें पता भी नहीं चला कि पवित्र आत्मा की उपस्थिति कब हमें छोड़कर चले गए. എന്നാൽ പലപ്പോഴും നമ്മെ വിട്ടുപോയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മെ വിട്ടുപോയത് എന്നാണെന്ന് പോലും നമ്മൾക്ക് അറിയത്തില്ല. हालेलुया. हम कोशिश करते कि लोग चर्च में आके कंफर्टेबली बैठकर आमीन प्रेज चले जाए. നമ്മുടെ ചിന്ത ഇത്രയേ ഉള്ളൂ, ആലയത്തിൽ കടന്നു വരുന്നവർ വളരെ ആരാമായിട്ട് അവർ സൗകര്യമായി കടന്നു പോകണം. हालेलुया. हमारे चर्च में बहुत बढ़िया तरीके के बेंचेस लगाया है. आई मीन वे आकर बैठ सकते हैं, बाइबल सामने एक स्टैंड जैसा है वहां पर रख सकते हैं, आराम से आकर ऐसा कंफर्टेबली बैठ के जा सकते हैं. पूरा अच्छा मेंटेनेंस उन्होंने तैयार किया है. ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ പോലും നല്ല നല്ല ബെഞ്ചുകളുണ്ട്. അവർക്ക് ബെഞ്ചിൽ നന്നായി ഇരുന്ന് ചാരിയിരിക്കാം. അത് മാത്രമല്ല അവരുടെ ബൈബിളും സാധനങ്ങളും മുന്നിലത്തെ ബെഞ്ചിന്റെ പടിയേൽ വെച്ച് അവർക്ക് നന്നായി സൗകര്യമായിരിക്കാം. आई मीन पिछले दिन एक अंकल कह रहे थे कि पास्टर कमेटी में बोलना है कि उसको कुशन भी लगा दो ताकि कंफर्टेबली जैसा हम सोफा में बैठते हैं वैसा बैठने का कुशन भी लगाने के लिए कमेटी में बोलने के लिए कहा. കഴിഞ്ഞ ദിവസം ഒരു അങ്കിൾ പറയുവാനിടയായി തീർന്നു, കമ്മിറ്റിയിൽ ഒന്ന് പറയണമേ പാസ്റ്ററെ, ഈ ബെഞ്ചിൽ കുഷനും കൂടെ വെക്കുവാണെങ്കിൽ നന്നായിട്ടിരിക്കാമായിരുന്നു. आई मीन ₹1 वो परमेश्वर के नाम के लिए नहीं देते, लेकिन उनको कुशन चाहिए, उनको चर्च में आके कंफर्टेबली बैठना है. ₹1 പോലും ദൈവനാമത്തിൽ കൊടുത്തില്ലെങ്കിൽ പോലും ബെഞ്ചിന് കുഷനും കൂടെ വേണം, നന്നായിട്ട് സുഖമായിട്ട് ചർച്ചിൽ വന്നിരിക്കണം. आई मीन 2.5 घंटे ही आकर बैठते हैं, वो भी कंफर्टेबली होना चाहिए. पवित्र आत्मा का सामर्थ्य हालेलुया प्रेज लॉर्ड प्राप्त करने का वो एक आई मीन प्रेज लॉर्ड आग्रह उनके अंदर नहीं है. ആകെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് 1-2 മണിക്കൂർ, അതും സൗകര്യമായി സുഖമായിട്ട് അങ്ങനെ ഇരിക്കണം. ദൈവത്തെ ആരാധിക്കാനോ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനോ ഉള്ള താല്പര്യമല്ല ഉള്ളത്. हालेलुया प्रेज लॉर्ड. यदि एसी का हवा थोड़ा सा कम हुआ है तो उन्हें पता चलता है कि एसी का हवा कम हो रहा है. അല്പമെങ്കിലും എസിയുടെ തണുപ്പ് കുറഞ്ഞാൽ അന്നോ ആ നിമിഷം അവർക്ക് മനസ്സിലാകും ഇതിന്റെ തണുപ്പ് വരുന്നില്ല. कारपेट में यदि थोड़ा सा गंदगी कहीं हुआ है तो उन्हें पता चलता है कि कारपेट में थोड़ा गंदगी हुआ है. അല്പമെങ്കിലും പൊടിയോ മണ്ണോ കാർപ്പറ്റിൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവരുടെ ദൃഷ്ടിയിൽ പെടും. लेकिन पवित्र आत्मा कब उसे छोड़कर चले गए उन्हें पता भी नहीं चला എന്നാൽ है. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയ ദിവസമോ സമയമോ അവർക്ക് അറിയത്തില്ല. बाकी के सारे बातों के बारे में बहुत ही सेंसिटिव है, लेकिन पवित्र आत्मा के बारे में कोई प्रकार की विचार भी नहीं है, उन्हें उसका बोझ भी उनके मन में नहीं है. ബാക്കി സകല വിഷയങ്ങളും അവരുടെ ശ്രദ്ധയിലുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടതോ അതിനെക്കുറിച്ചുള്ള ഭാരമോ അവർക്കില്ല. हालेलुया. यदि ये लाइव में जा रहा है तो मैंने यहाँ
का मेरा चर्च के बारे में नहीं बोला है, कहीं और चर्च के बारे में मैंने बोला है। ഇത് ലൈവിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കാര്യം മാത്രമല്ല പറഞ്ഞത്, എല്ലായിടത്തെയും കൂടെ കാര്യമാവാം. हालेलुया, प्रेज लॉर्ड। कुछ जगहों पर प्रेज लॉर्ड खाना भी खिलाकर लोगों को, प्रेज लॉर्ड कम से कम तुम उतना समय तो आकर बैठो बोलकर उन्हें प्रोत्साहित करने का कोशिश करते ചില हैं। സഭകളിലാണെങ്കിൽ അവർക്ക് ആഹാരം കൂടെ കൊടുത്തു വിടും. കാരണം എങ്ങനെയെങ്കിലും വന്ന് നന്നായി പോകട്ടെ എന്ന് ചിന്തിച്ച്, അത്രയും നേരം ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ആഹാരം കൂടെ കൊടുക്കും. हम बाकी के सारे बातों के बारे में बहुत ही सेंसिटिव रहते हैं, वो बड़े ध्यान से हम देखते हैं, लेकिन पवित्र आत्मा हमें नियंत्रण कर रहा है या नहीं, हम काफी बार जानने के लिए कोशिश भी नहीं कर रहे हैं। ബാക്കി സകല വിഷയങ്ങൾക്കും നമുക്ക് ശ്രദ്ധയുണ്ട്, അതെല്ലാം നമ്മൾ ക്രമീകരിക്കുന്നുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവോ സന്തോഷമോ ആ വിഷയങ്ങളെ കുറിച്ച് യാതൊരു ശ്രദ്ധയും കാണുന്നില്ല. हालेलुया। दाऊद कहता है कि जिस प्रकार हिरणी पानी के लिए प्यासा है, खुदा मेरा हृदय तेरे उपस्थिति के लिए प्यासा है। ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ കാംക്ഷിക്കുന്നു. खुदा तेरा उपस्थिति अनुभव करने के लिए मेरा हृदय प्यासा है। हमने कितने बार आग्रह किया है, हमने कितने बार परमेश्वर से प्रार्थना किया है। നമ്മളിൽ എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്ര വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ എന്റെ ആത്മാവ് എനിക്ക് നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന്. हालेलुया। हम प्रार्थना करते खुदा हमें अनुग्रह चाहिए, हमें फलाने विषय के लिए अनुग्रह चाहिए, इन बातों के लिए अनुग्रह चाहिए, छुटकारा चाहिए, लेकिन हमने कभी भी पवित्र आत्मा की उपस्थिति के लिए हम प्रार्थना करने के लिए आग्रह नहीं किया है। എന്റെ ഇന്ന വിഷയത്തിന് മറുപടി വേണം, എനിക്ക് ഈ വിഷയത്തിന് ഒരു വിടുതൽ ഉണ്ടാകണം, അനുഗ്രഹം വേണമെന്ന് മാത്രമല്ലാതെ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? अनुग्रहित होने के लिए परमेश्वर को उपस्थिति होना जरूरी नहीं है। അനുഗ്രഹിക്കപ്പെടാൻ ദൈവ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. एक और बार मैं कहना चाहूंगा, अनुग्रहित होने के लिए परमेश्वर को उपस्थिति होना जरूरी नहीं है। ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. आप परमेश्वर की संतान होने के नाते परमेश्वर जरूर हमें अनुग्रह करने वाला परमेश्वर നാം है। ദൈവത്തിന്റെ മക്കളാകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളത് വാസ്തവമാണ്. जैसा एक पिता अपने घर के सारे कामों का इंतजाम करता है, वैसा स्वर्गीय पिता हमारे दैनिक दिनों का, हर दिन का जरूरतों को जानते हुए हमें अनुग्रह के साथ चलाने वाला परमेश्वर है। ഒരു ഭവനത്തിൽ ഒരു പിതാവ് ആ ഭവനത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് ക്രമീകരിച്ച് അവിടെ ഉള്ളവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുമെന്നുള്ളത് വാസ്തവമാണ്. हालेलुया। लेकिन प्रेज लॉर्ड, परमेश्वर का उपस्थिति अनुभव करना एक अलग ही बात है। എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത് വേറൊരു വിഷയം തന്നെയാണ്. प्रेज लॉर्ड, परमेश्वर ने मूसा से कहा कि तू चले जा, मैं स्वर्गदूत को भेज दूंगा, सारे जरूरतों को पूरा करेगा, तुझे अनुग्रह भी कर लेगा। ദൈവം മോശയോട് ഒരിക്കൽ പറയുന്നുണ്ട്, മോശയെ നീ പോ, ഞാൻ സ്വർഗദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കാം, നീ കടന്നു പോ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ക്രമീകരിച്ച് നിനക്ക് ചെയ്തു തരാം. लेकिन मूसा कहता है कि खुदा मुझे अनुग्रह भी नहीं चाहिए, मुझे दूध भी नहीं चाहिए, बल्कि मुझे आपका उपस्थिति काफी है। എന്നാൽ മോശ പറയുന്നുണ്ട്, എനിക്ക് ഈ അനുഗ്രഹങ്ങളൊന്നുമല്ല, എനിക്ക് സ്വർഗദൂതനുമല്ല വേണ്ടത്, നിന്റെ സാന്നിധ്യം തന്നെയാണ്. परमेश्वर ये भी कह रहा है कि तुझे तेरा वायदा के देश में पहुंचा दूंगा, लेकिन मूसा कहता है कि जिस जगह पे तेरा उपस्थिति नहीं है, वहां पर परमेश्वर मुझे प्रवेश भी करने ना पाए। നിന്നെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കാം എന്നുള്ള വാഗ്ദത്തം കൊടുത്തിട്ട് പോലും മോശ പറയുന്നത്, അത് മാത്രം പോരാ, എനിക്ക് നിന്റെ സാന്നിധ്യമില്ലാതെ പോകണ്ട. तेरी उपस्थिति के बगैर मिलने वाला अनुग्रह वो अनुग्रह है ही नहीं। നിന്റെ സാന്നിധ്യമില്ലാതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ല. तेरी उपस्थिति के बगैर मिलने वाला वायदा के देश वो वायदा का देश है ही नहीं। നിന്റെ സാന്നിധ്യമില്ലാതെ ഞാൻ വാഗ്ദത്ത ദേശത്തിൽ എത്തുവാൻ ആമേൻ ആഗ്രഹിക്കുന്നില്ല. मूसा का आग्रह, खुदा मुझे तेरा उपस्थिति का जरूरत है। മോശയുടെ പ്രാർത്ഥനയും ആഗ്രഹവും, എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വേണം. हालेलुया, प्रेज लॉर्ड। अंतियोक के कलीसिया में बरनबास को एम्बेसडर वहां के प्रेरितों मिलकर भेज रहा है। അന്ത്യോക്യ സഭയിലേക്ക് ബർന്നബാസിനെ അവിടുത്തെ അപ്പോസ്തലന്മാർ ഒരുമിച്ച് അയക്കുവാനിടയായി. और वहां पर प्रेरितों के काम में हम देखते हैं कि जब बरनबास अंतियोक के कलीसिया में गया, वहां पर उन्होंने देखा कि परमेश्वर की कृपा और परमेश्वर की उपस्थिति वहां के लोग अनुभव कर रहे हैं। ബർന്നബാസ് അന്ത്യോക്യ സഭയിൽ കടന്നു ചെന്നപ്പോൾ അന്ത്യോക്യ സഭയിൽ അവിടുത്തെ ആളുകളുടെ ഇടയിൽ
കൃപയും ദൈവസാന്നിധ്യവും പെരുകി വർദ്ധിച്ചിരിക്കുന്ന അനുഭവങ്ങളെ അവർ കാണുവാനിടയായി. क्योंकि परमेश्वर की उपस्थिति ने उनके अंदर का बदलावटों को लेकर आया था. ദൈവ സാന്നിധ്യം അവിടെ സഭയ്ക്കകത്ത് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. हालेलुया. हम उपस्थिति क्यों देख नहीं पा रहे हैं? നമ്മൾ ദൈവ സാന്നിധ്യം എന്താ അനുഭവിക്കാത്തത്? क्योंकि we start controlling the Holy Spirit. पवित्र आत्मा को हम नियंत्रण करने का कोशिश करते हैं. നമ്മൾ എല്ലാവരും കൂടെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. फलाना समय में ही आना है, फलाना समय के बाद में हम मीटिंग खत्म करके जा रहे हैं. ഇന്ന സമയത്ത് കടന്നു വരണം, ഇന്ന സമയം കഴിയുമ്പോൾ നിർത്തി പോകണം. हालेलुया. ये गाना 2 बार पूरा गाने के बाद में लास्ट में ताली बजाकर जोर से चिल्ला कर बोलने वाला वो आत्मा आ जाओ, उसके बाद में खत्म हो जाएगा. രണ്ട് പാട്ട് മുഴുവനും 2 വട്ടം പാടി അവസാനം കുറച്ചു നേരം ഒന്ന് അലച്ച് വിളിച്ച് അത് കഴിയുമ്പോൾ നിർത്തി പോകുന്ന ആ അനുഭവം. हालेलुया. पवित्र आत्मा को हम सीमित कर रहे हैं. പരിശുദ്ധാത്മാവിനെ നമ്മൾ അതിരി വെച്ചിരിക്കുക. हालेलुया. हम कहते हैं कि 11:30 बजे मीटिंग खत्म होना है, ठीक 11:30 बजे मीटिंग खत्म होना है. 11:30 തീരണമെന്ന് പറഞ്ഞാൽ കൃത്യം 11:30 നിർത്തിയിരിക്കണം. पवित्र आत्मा हमारे द्वारा क्या करना चाहता है उसके लिए हम काफी बार इंतजार करने के लिए तैयार नहीं है. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നില്ല. मैं जानता हूं कि पवित्र आत्मा सारे बातें ठीक समय पर उत्तम तरीके से करता है, लेकिन हम पवित्र आत्मा को नियंत्रण करने का कोशिश ना करें. എനിക്ക് നന്നായിട്ട് അറിയാം പരിശുദ്ധാത്മാവ് എല്ലാം പരിജ്ഞാനത്തോടെ തക്ക സമയത്ത് ചെയ്യേണ്ടത് ചെയ്യുന്ന ആത്മാവാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന വിഷയമാണ് ഞാൻ പറയുന്നത്. पुराने समयों में कलीसियाओं में बेदारी के लिए प्रार्थना करते थे. ആദിമ സഭകളിൽ സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. हालेलुया. और जब हम उधर पहुंचते हैं वही हमें याद है, कब खत्म होगा किसी को पता भी नहीं है. അവിടെ ചെന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളായിരുന്നു, എപ്പോഴാണ് ആ കൂട്ടായ്മ കഴിയുന്നതെന്ന് യാതൊരു അറിവുമില്ല. और उस समयों में आराधना के बीच में यदि बच्चे भूखे हैं, कौन सा माँ कौन सा बच्चे को फीड कर रहा है वो भी हमें पता नहीं था. ആ കൂട്ടങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വിശന്നാൽ ഏത് അമ്മയാ ഏത് കുഞ്ഞിന് ആഹാരം കൊടുത്തതെന്ന് പോലും ആർക്കും അറിയത്തില്ല. हालेलुया. सब आपस में मिले जुले थे, उनका हृदय उनका रवैया सब एक मन के साथ था. इसके लिए पवित्र आत्मा का सामर्थ्य बहुत ही गहरे तौर से अनुभव करते थे. എല്ലാവരും നല്ല ഐക്യമത്യമുള്ളവരായി ഹൃദയം ഒരുമിച്ച് സ്നേഹമുള്ളവരായി പരസ്പരം സഹകരിച്ചു പോകുന്നവരായിരുന്നു ആ സമയങ്ങളിൽ. हालेलुया. मैं वो कहने के पीछे वो कारण है क्योंकि मैंने देखा है कौन सा माँ किस बच्चे को खाना दे रहा है पता नहीं था, क्योंकि लोग उस आराधना में पवित्र आत्मा के सामर्थ्य में वे मगन होते हुए परमेश्वर के आराधना करते थे. ഞാൻ അത് പറയുന്നതിന്റെ പുറകിലുള്ള അനുഭവങ്ങളും സത്യങ്ങളുമുണ്ട്. ഏതൊരു അമ്മയും ഏതൊരു കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുമായിരുന്നു. അവർ ഒരുമിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, ആത്മനിറവ് അനുഭവിക്കുവാൻ സ്നേഹവും സഹകരണവും ഉള്ളവരായിരുന്നു. आज यदि बिस्किट लाया है तो वो अपना बच्चे को ही देगा, दूसरा बच्चे यदि हाथ भी फैलाएगा तो भी नहीं देंगे. ഇന്നത്തെ കാലത്ത് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റ് അവരുടെ കുഞ്ഞിനല്ലാതെ കൊടുക്കത്തില്ല, വേറൊരു കൊച്ചു കൈ നീട്ടിയാൽ പോലും കൊടുക്കത്തില്ല. हालेलुया. हम सेल्फिश हो गए हैं. നമ്മൾ എല്ലാവരും സ്വയം താല്പര്യങ്ങൾ മാത്രം നിലനിർത്തുന്നവരായി മാറി. हालेलुया. प्रेज़ द लॉर्ड. और चर्च में आते हैं नम होकर बैठते हैं, ऐसा लगता है कि अंदर जीवन ही नहीं है. ചില ആളുകൾ സഭയിൽ കടന്നു വന്നാൽ മരക്കുറ്റി പോലെ ഇരിക്കും. ചിലപ്പോൾ ചിന്തിക്കും ജീവനുണ്ടോ എന്ന് പോലും അറിയത്തില്ല. हालेलुया. हाल ही में एक चर्च में गया, मैंने पूछा कि ये पेंटिकोस्ट की कलीसिया है या ये ब्रदरन चर्च है. ഇവിടെ മറ്റൊരു സഭയിൽ കടന്നു ചെന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിപ്പാനിടയായി, ഇത് പെന്തക്കോസ്ത് സഭ തന്നെയാണോ അതോ ബ്രദറൻ സഭയാണോ? हालेलुया. वहां पर उन्हें पता ही नहीं कि क्या करना है, ऐसा आकर बैठा है, एसी के नीचे बैठकर आराधना के बाद में उठ के चले जा रहा है. കൈ കെട്ടി കടന്നു വന്നിരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നത് പോലെ ആരാധന കഴിഞ്ഞ് കടന്നു പോകുന്നു. पिछले एक दिन एक घटना हुआ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. मैं जहां पर भी हम सेवकाई करते हैं, हम प्रार्थना करते हैं, खुदा हमारे समय में किसी का मृत्यु नहीं होना है. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ആരും മരിക്കരുതെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. हम यूपी में थे 7 साल, वहां से
आने तक किसी का मृत्यु नहीं हुआ, बड़े खुश थे, वहां से मुंबई की ओर आ रहे हैं। യു പിയിൽ 7 വർഷം ശുശ്രൂഷിച്ചപ്പോഴും അവിടെ ആരും മരിക്കുവാനിടയായില്ല. സന്തോഷത്തോടെ മുംബൈയിലേക്ക് പോയി. जैसे हम मुंबई में आए, चर्च का चार्ज लिया, सुना कि एक अंकल का वहां पर एक्सीडेंट हुआ। ഞങ്ങൾ ഇവിടെ മുംബൈയിൽ ചാർജ് എടുത്തു എന്നറിഞ്ഞ സമയത്ത് മീററ്റിൽ ഒരു അങ്കിൾ മരിച്ചു. और वे काफी समय वेंटिलेटर में थे। അനേക ദിവസങ്ങൾ താൻ വെന്റിലേറ്ററിലായിരുന്നു. हम पूर्ण तौर से जैसे मुंबई में शिफ्ट हो गया, उसके बाद में उनका खबर आया कि मृत्यु हुआ और बॉडी केरला लेके जा रहे हैं। ഞങ്ങൾ മുഴുവനായും മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം താൻ മരണപ്പെടുവാനിടയായി. തന്റെ അടക്കം നാട്ടിലാണ് നടന്നത്. हम भी अटेंड करने के लिए केरला गए थे। ഞങ്ങളും അത് പോയി സംബന്ധിക്കുവാനിടയായി. बड़े दुख से भरे हुए एक समय था हमें, लेकिन फिर भी मेरा मन ही मन में खुदा, मैं वो सेवकाई करना नहीं पड़ा बोल के एक आनंद मेरे अंदर था। ആ ശുശ്രൂഷ ചെയ്യേണ്ടത് വന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയും ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. മനസ്സിന് ഭാരവും ഉണ്ടായിരുന്നു. मुंबई में 2 लोगों का मृत्यु हुआ। മുംബൈയില് 2 പേർ മരിപ്പാനിടയായി. और वे काफी बीमार थे, इसके लिए उनका मृत्यु हुआ। അവര് വളരെ രോഗവും പ്രായവും ഉള്ള വ്യക്തികളായിരുന്നു. और उनका बॉडी भी केरला लेकर गया, इसके लिए दफनाने का सेवकाई वहां पर मुझे करना नहीं पड़ा। അവരെയും നാട്ടിലാണ് കൊണ്ടുപോയി അടക്കിയത്. അതുകൊണ്ട് സംസ്കാര ശുശ്രൂഷ ചെയ്യേണ്ടി വന്നില്ല. मन में थोड़ा सा खुश था कि खुदा, अब तक तो मैं सही सलामत चल रहा हूँ। അന്നും ചിന്തിച്ചു, നന്നായി പോകുന്നുണ്ടല്ലോ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. यहाँ पर आए, यहाँ पर आके हम प्रार्थना कर रहे हैं, क्योंकि काफी लोग बुजुर्ग लोग हैं। खुदा, हम हर दिन प्रार्थना करें कि परमेश्वर हमारे समय में कुछ नहीं होना है। ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ പ്രായമുള്ള ഒത്തിരി ആളുകളുണ്ട്. ദൈവമേ, ഞങ്ങളുടെ സമയത്ത് ആരും മരിക്കരുത്. मृत्यु को उम्र एक विषय नहीं है, बस हमारे कंसेप्ट है कि उम्र के समय में कुछ हो जाएगा करके एक डर रहता है। മരണത്തിന് പ്രായം ഒരു വിഷയമല്ല എന്നറിയാം. എന്നിരുന്നാൽ പോലും മനസ്സിന്റെ ഒരു ചിന്തയാണ് പ്രായമുള്ളവർ ഉള്ളപ്പോൾ മരണം ഉണ്ടാകുമോ എന്നുള്ളത്. हम यदि यहाँ से केरला एक हफ्ते के लिए भी जाते हैं, अंदर ही अंदर डर रहता है कि खुदा, हम गए हैं, कुछ उधर नहीं होना ताकि हमें दौड़ कर आना पड़ जाए। ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയാലും മനസ്സിലൊരു ചിന്തയാണ് എപ്പോഴും, ദൈവമേ, പോകുന്ന സമയത്ത് ഒന്നും സംഭവിക്കരുത്, ഓടിപ്പിടിച്ച് തിരിച്ചു വരേണ്ടി വരരുത്. हाल ही में इंदौर में हमारे कलीसिया है, और वहां पर एक ब्रदर है, उनका पिता का मृत्यु हो गया। ഈ കഴിഞ്ഞ ദിവസം ഇൻഡോറില് നമ്മുടെ തന്നെ സഭയുടെ ഒരു സഹോദരന്റെ പിതാവ് മരിക്കുവാനിടയായി. वो पिता बहुत साल उड़ीसा में थे और वहां से फिर केरला आया। वो अपने बच्चों के साथ आना नहीं चाहता था, इसके लिए केरला में वो रह रहे थे। ഒറീസയിലായിരുന്നു അനേക വർഷങ്ങൾ. അതിനുശേഷം താൻ കേരളത്തിൽ പോയി. കേരളത്തിൽ നിന്ന് പിന്നെ കുഞ്ഞുങ്ങളോട് കൂടെ താമസിക്കാൻ नहीं है, केरला में रहा। കേരളത്തിൽ തന്നെ താൻ തനിച്ച് താമസിക്കുകയായിരുന്നു. लेकिन अचानक से उनको स्ट्रोक हो गया, तो उनका बेटा जो इंदौर में रहता है, उन्हें केरला से इंदौर में लेकर आया। തനിക്ക് അവിടെ നിന്ന് സ്ട്രോക്ക് വന്നതുകൊണ്ട് തന്റെ മകൻ ഇൻഡോറിലേക്ക് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. और 4 महीना भी नहीं हुआ था, पिछले दिन उनको अटैक हुआ और उनका मृत्यु हो गया। 4 മാസം പോലും ആയില്ല, തനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, താൻ മരിച്ചു. तो मेरे मन ही मन में एक सोच है कि हमारा जोनल प्रेसिडेंट है, वो आएंगे, दफनाई का सेवकाई करेंगे, वो खुशी में था मैं। ഞാൻ ചിന്തിച്ചിരുന്നത് സെൻട്രൽ പാസ്റ്റർ വരും, താൻ ശവസംസ്കാര ശുശ്രൂഷയെല്ലാം ചെയ്യുമെന്ന സന്തോഷത്തിലിരിക്കുകയായിരുന്നു. लेकिन वे विशाखापट्टनम में है और इनको दफनाई जल्दी से कर रहा है, इसके लिए टिकट नहीं मिल रहा है और वो वहां से आ नहीं पा रहा है। തനിക്ക് വിശാഖപട്ടണത്തിൽ നിന്ന് യാത്ര ചെയ്ത് വരണമായിരുന്നു. തനിക്ക് തക്ക സമയമായപ്പോൾ ടിക്കറ്റ് ലഭിച്ചില്ല. पास्टर ने जल्दी से कॉल करके बोला कि मैं आ नहीं पाऊंगा, इसके लिए आप वो सेवकाई करना है। ദേവദാസൻ ഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്ക് തക്ക സമയമാവുമ്പോൾ എനിക്ക് എത്താൻ കഴിയത്തില്ല, അതുകൊണ്ട് ജിജോ പാസ്റ്റർ ശുശ്രൂഷ ചെയ്യണം. मैं बोला कि मैं फंस गया बोल के मैंने उनको सलाह दिया कि हम दिल्ली से पास्टर को बुलाएंगे और वे आकर सेवकाई करेंगे। ഞാൻ ചിന്തിച്ചു, ഞാൻ പറഞ്ഞു, ദില്ലിയിൽ നിന്ന് നമുക്ക് പാസ്റ്ററെ വിളിക്കാം. लेकिन वो परिवार जो इंदौर में है, उन्होंने डिमांड किया कि भोपाल के पास आकर सेवकाई करना काफी है। എന്നാൽ ആ ഭവനക്കാര് വിളിച്ചു പറഞ്ഞു, ഭോപ്പാലിലെ പാസ്റ്റർ വന്ന് നടത്തിയാൽ മതി. मैं मन ही मन में टूट गया और फिर मैं जाने के लिए तैयार हो गया। हमारे चर्च में यहाँ पर 3 दिन का फास्टिंग प्रेयर चल रहा है। फास्टिंग प्रेयर के बीच में मैं यहाँ से इंदौर जाने के लिए तैयार हुआ। അവസാനം ഇവിടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ആ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാനായി ഞാൻ കടന്നുപോയി. वहां पर गया, सेवकाई मैं कर रहा हूँ। किसी ने लाइव में देखकर पूछा कि पास्टर, वो पिता का बच्चे कोई वहां पर नहीं थे क्या? ആ ശുശ്രൂഷ ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവ് കണ്ട ചില ആളുകൾ എന്നെ ഫോൺ ചെയ്ത് ചോദിപ്പാൻ ഇടയായി തീർന്നു, ആ പിതാവിന്റെ മക്കൾ ആരും അവിടെ ഇല്ലായിരുന്നോ? मैंने कहा कि वो बॉडी के चारों ओर जो बैठे वो सब उनके बच्चे हैं। ഞാൻ പറഞ്ഞു, ആ 4 ഭാഗത്തും ഇരുന്നവരെല്ലാം ആ അപ്പന്റെ മക്കളാണെന്ന് പറഞ്ഞു. उन्होंने पूछा कि
वे कोई भी रोते हुए हमने नहीं देखा है। ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ, അവരാരും കരയുന്നതൊന്നും കണ്ടില്ലല്ലോ. मैंने कहा कि मैं भी कंफ्यूज था, ഞാൻ പറഞ്ഞു എനിക്കും ചെറിയ സംശയമൊക്കെ വന്നു. क्योंकि इनके चेहरे में कोई इमोशन नहीं है। ഞാൻ നോക്കിയപ്പോൾ അവരുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റങ്ങളുമില്ല. I mean, रोने वाले लोगों से हम कह सकते हैं कि मत रो क्योंकि हमें एक आशा है बोलकर हम प्रचार कर सकते हैं। കരയുന്നവരെ നോക്കിയല്ലേ നമ്മൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട, കരയേണ്ട, നമുക്കൊരു പ്രത്യാശയുണ്ടെന്ന് പറയുന്നത്. यदि चेहरे में एक निराशा है तो ये तो हम बोल सकते हैं कि आप बिल्कुल निराश नहीं होना, परमेश्वर में हमें एक आशा है कि जिस दिन मसीह आएंगे हम उसके साथ वहां पर मिलेंगे। बोलने के लिए, प्रचार करने के लिए कुछ विषय तो होना चाहिए। നിരാശപ്പെടുന്ന ഒരു വ്യക്തിയെ നോക്കിയല്ലേ നമ്മൾക്ക് പറയാൻ കഴിയത്തുള്ളൂ, നിങ്ങൾ ഭാരപ്പെടേണ്ട, വിലപിക്കേണ്ട, അവൻ നമ്മൾക്ക് കർത്താവിന്റെ വരവിൽ അവരെ കാണാമെന്നുള്ള പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറയുമ്പോൾ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം ഉണ്ടാകണ്ടേ. हालेलुया। मैं इनके चेहरा देख रहा हूं, ना तो रो रहा है ना तो निराशा है, फिर मैं इनसे क्या प्रचार करना है, मैं भी बिल्कुल प्रचार कर नहीं पा रहा हूं। അവർക്ക് യാതൊരു വിഷമമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവരെ നോക്കി എന്ത് പ്രസംഗിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. मैंने बीच में इस अपचन के चेहरा को देखा और इनके चेहरा को देखा, दोनों एक समान बैठा हुआ है। ഞാൻ നോക്കിയപ്പോൾ അവർ അപ്പച്ചന്റെ ഭാവങ്ങളും ഇവരുടെ ഭാവങ്ങളും എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. कोई इमोशन नहीं है, ऐसा ही रॉबर्ट बैठने के जैसा बैठा हुआ है। ഒരു ഭാവമാറ്റങ്ങളുമില്ല, മരവിച്ചതുപോലെ ഇരിക്കുകയാണ്. हालेलुया, प्रेज लॉर्ड। मैंने मेरे चर्च में बोला कि आप में से कोई भी ऐसा नहीं करना। ഞാൻ തിരിച്ചു വന്ന സഭയിൽ പറഞ്ഞു, നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത്. हालेलुया, कम से कम नाम के लिए तो तुम रो जाओ। അറ്റ്ലീസ്റ്റ് ആളുകൾ കാണുമല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും കരയണം. कम से कम लोग लाइव में देख रहे हैं बोल के तुम रोने के लिए तैयार हो जाओ। ആളുകൾ ലൈവിൽ നോക്കുന്നല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും ഒന്ന് കരയണം. अरे प्रचार करने के लिए आने वाले आपको देखकर प्रचार कर रहा है, उन्हें प्रचार करने कोई विषय तो होना चाहिए। നിങ്ങളെ നോക്കിയല്ലേ വരുന്നവർ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗ വിഷയത്തിന് ഒരു താല്പര്യമെങ്കിലും ഉണ്ടാകണം. हालेलुया, ऐसा नम होकर कभी नहीं बैठना। മരവിച്ചതുപോലെ നമ്മൾ ഇരിക്കരുത്. हालेलुया, आजकल कलीसिया में भी यही हो रहा है। ഇന്നത്തെ കാലത്ത് സഭകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. प्रेज़ लॉर्ड, आराधना के लिए आते हैं और जाते हैं, पता ही नहीं चलता कि आराधना के लिए आए थे या कुछ मूवी देखने के लिए आए थे। ആരാധനയ്ക്ക് ആളുകൾ കടന്നു വരുന്നു, വെറുതെ വന്നിരുന്നിട്ട് വെറുതെ എണീച്ചു പോകുന്നു, സിനിമാ തിയേറ്ററിൽ വന്നതുപോലെ ഇരിക്കുന്നു. कोई इमोशन अंदर नहीं हो रहा है। ഒരു വികാരങ്ങളും അകത്തില്ല. पवित्र आत्मा उन्हें स्पर्श करते हुए वे अनुभव भी नहीं कर पा रहे हैं। പരിശുദ്ധാത്മാവ് അവരെ സ്പർശിച്ചതായിട്ട് അവർ അനുഭവിക്കുന്നത് പോലുമില്ല. हालेलुया, मैं जानता हूं कि पवित्र आत्मा का सामर्थ्य जब हम अनुभव करते हैं, आंखों से आंसू बहता है। हालेलुया, चिल्ला चिल्ला कर हम रोते हैं, हम अन्य भाषा में आराधना करते हैं, हमें भी हम नियंत्रण कर नहीं पाते थे। ഞാൻ വാസ്തവത്തിൽ അറിയുന്നു, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും, അവർ ഉറക്കെ നിലവിളിച്ചു കരയും. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ അന്യഭാഷകളിൽ അവർ ആരാധിക്കും. ആരും മരവിച്ചതുപോലെ ഇരിക്കുകയില്ല. हालेलुया, मेरे बचपन में मैंने सुना है, जब मैं प्रचार करता, लोग जब प्रचार करते थे आंखों से आंसू गिरता था। ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ചെറുപ്പത്തിൽ ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുമായിരുന്നു. जब प्रचार किया जाता था तब बीमार चंगे होते थे। വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ രോഗസൗഖ്യം एक പ്രാപിക്കുമായിരുന്നു. व्यक्ति टूटे हुए मन के साथ आराधनालय के अंदर आते थे, जब लौट कर जाते हैं बड़े आशा और आनंद के साथ वे लौट कर जाते थे। നിരാശയോട് ഒരുവൻ കടന്നു വന്നാൽ ആരാധനയ്ക്ക് ശേഷം പ്രത്യാശ പ്രാപിച്ച് ആമേൻ ഉത്സാഹം പ്രാപിച്ച് താൻ കടന്നു പോകുമായിരുന്നു. हालेलुया, आज लेकिन प्रेज़ लॉर्ड, जैसा आयरन बॉक्स हम इस्त्री करते हैं, तो आयरन बॉक्स यदि हमारे हाथ में अचानक से लग गया तो हम क्या करते हैं? നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, തുണി അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ കൈ തേപ്പെട്ടിയിൽ മുട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? हम ऐसे रखेंगे, चलो अच्छा गर्मी मिल रहा है बोल के हम उसे ऐसे रखेंगे? നല്ല ചൂട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് മുട്ടിയ കൈ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമോ? नहीं, यदि वो गर्म है तो जरूर हम हाथ खींच लेंगे। അത് ചൂടാണെങ്കിൽ നമ്മൾ കൈ അറിയാതെ വലിക്കും. लेकिन आजकल उसमें हाथ ऐसे रखा हुआ है, नम है, वहां तक कनेक्शन नहीं है, इसके लिए पता नहीं चल रहा है कि आयरन बॉक्स के गर्मी हाथ में लग रहा है। ആ കൈ നമ്മൾ പെട്ടെന്ന് ജീവൻ ഉണ്ടെങ്കിൽ വലിക്കും, എന്നാൽ മരവിച്ചിരിക്കുകയാണെങ്കിൽ ശരിയായ രക്തമോട്ടം ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കൈ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. जीवन है तो ही हमें पता चलेगा कि वो एक गलत जगह पर लगा हुआ है। ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ നമ്മുടെ കൈ തെറ്റായ സ്ഥലത്താണ് ആമേൻ സ്പർശിക്കുന്നത്. तो ही हम
हाथ खींच पाएंगे। അങ്ങനെയെങ്കിലേ നമ്മുടെ കൈ നമ്മൾ വലിക്കത്തുള്ളൂ. भजन संगीता लिखने वाला कहता है कि हे खुदा तू क्या हमें जीवित ना करेंगे ताकि हम तुझ में आनंदित हो पाए। സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. हालेलुया, प्रेज लॉर्ड। वो जीवन के अनुभव खुदा तू हमें दे दे ताकि हम तुझ में आनंदित हो ആ पाए। ജീവന്റെ അനുഭവം ഞങ്ങൾക്ക് മടക്കി തരണമേ, ഞങ്ങൾ നിന്നിൽ ഒന്ന് ആനന്ദിക്കുവാനിടയാകണമേ. हालेलुया, प्रेज लॉर्ड। आजकल वो प्रेज लॉर्ड फर्क हमें पता नहीं चल रहा है। ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. हालेलुया। पहले प्रेज लॉर्ड यदि काला वाला कपड़ा और डार्क ब्लू कपड़ा का फर्क पता चलने के लिए अच्छा रोशनी में लेकर आना पड़ता है। പണ്ട് കാലത്ത് കറുത്ത തുണിയും നീല തുണിയും തമ്മിലുള്ള കരിനീല തുണിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ നല്ല വെട്ടത്തിനടിയിൽ കൊണ്ടുപോയി നോക്കണമായിരുന്നു. क्योंकि दोनों थोड़ा सा सिमिलैरिटी दिखता है। രണ്ടും ഒരുപോലെയൊക്കെ ഇരിക്കുമായിരുന്നു. यदि रोशनी में लेकर आएगा तो जल्दी पता चल जाएगा। വെട്ടത്തിൽ കൊണ്ടുവരാമെങ്കിൽ നമുക്ക് മനസ്സിലാകും. लेकिन आज काला और सफेद का भी फर्क पता नहीं चल रहा है। എന്നാൽ ഇന്നത്തെ ആളുകൾക്ക് കറുപ്പും വെളുപ്പും പോലും തിരിച്ചറിയാത്ത ഒരു അനുഭവമാണ്. उतना अंतर हो गया है। पवित्र आत्मा कब हमसे अलग हो गए पता भी नहीं चल रहा है। പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഭവം എന്നാണെന്നൊന്നും അറിയത്തില്ല. हालेलुया। बाकी के सारे बातों के बारे में बहुत ही सेंसिटिव है। മറ്റെല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ ശ്രദ്ധയാണ്. मैंने कहा ना एसी का हवा थोड़ा सा कम है। पता है पास्टर आज एसी का हवा बहुत कम था। ആ എസിയുടെ തണുപ്പ് അല്പം കുറച്ചു വെച്ചിരുന്നെങ്കിൽ പറയും, പാസ്റ്റർ ഇന്ന് ആരാധനയുടെ സമയത്ത് ചൂടായിരുന്നു, എസിക്ക് തണുപ്പില്ലായിരുന്നു. हालेलुया। यदि बाहर पानी का उपलब्धि नहीं है, पास्टर आज क्या हो गया बाहर पानी नहीं दिखा था। ഇന്ന് പുറത്ത് വെള്ളമില്ലായിരുന്നല്ലോ പാസ്റ്ററെ, വെള്ളം എന്താ ഇല്ലാതെ ഇരുന്നത്. बाकी के सारे बातों के बारे में बहुत सेंसिटिव है, लेकिन पवित्र आत्मा को उपस्थिति अनुभव नहीं कर पा रहे हैं, उसके पर कोई सेंसिटिविटी नहीं है। മറ്റെല്ലാ കാര്യങ്ങൾക്കും നല്ല ശ്രദ്ധയും നല്ല താല്പര്യവുമാ, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ യാതൊരു വിഷയവുമില്ല. कारण क्या है? हम पवित्र आत्मा को नियंत्रण करने का कोशिश कर रहे हैं। ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക പരിശുദ്ധാത്മാവ്. हालेलुया, प्रेज लॉर्ड। एफेसोस के कलीसिया में जब पौलुस जाता है, परमेश्वर पौलुस के द्वारा असाधारण कार्यों को करता है। എഫെസോസ് സഭയിൽ കടന്നുപോയ പൗലോസിൽ കൂടെ ദൈവം അസാധാരണ വീരപ്രവർത്തികളെ ചെയ്യുവാനിടയായി. हालेलुया। परमेश्वर ने हमें बुलाया है असाधारण कार्यों को करने के लिए। ദൈവം നമ്മെ വിളിച്ചത് അസാധാരണ വീരപ്രവർത്തികൾക്ക് വേണ്ടി. इसके लिए हमारे अंदर वो असाधारण प्रेज लॉर्ड अभिषेक उसने हमारे अंदर उंडेला है। അതുകൊണ്ടാണ് ആ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ പകർന്നിരിക്കുന്നത്. एक और उदाहरण बताकर मैं जल्दी से समाप्त करूंगा। मैं जानता हूं कि समय काफी बढ़ गया है। സമയം മുന്നോട്ട് പോയെന്നറിയാം, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. मूसा से परमेश्वर कहता है कि फरवो के पास जाओ और परमेश्वर के लोगों को वहां से छुड़ा कर लेकर आओ। ദൈവം മോശയോട് പറഞ്ഞു, നീ കടന്നു ചെന്ന് ജനത്തെ ഫറവോന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുവിക്കണം. मूसा ने कहा कि मैं जाऊंगा तो वो मुझे अंगीकार नहीं करेगा, മോശ പറഞ്ഞു, ഞാൻ പോയാൽ അവൻ എന്നെ അംഗീകരിക്കത്തില്ല. लेकिन मैं तुम्हें भेज रहा हूं, इसके लिए तुम जाकर कहो कि मेरा परमेश्वर ने मुझे भेजा है करके कहना है। എന്നാൽ ദൈവം പറഞ്ഞു, നീ പോകണം, നീ പോയി പറയണം, എന്റെ ദൈവമാണ് എന്നെ അയച്ചത്. मूसा कहता है कि ऐसा बोलने से नहीं चलेगा। അങ്ങനെ പറഞ്ഞാലൊന്നും നടക്കത്തില്ലെന്ന് മോശ പറഞ്ഞു. परमेश्वर ने पूछा कि तेरे हाथ में क्या है? ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? उन्होंने कहा कि एक लाठी है। മോശ പറഞ്ഞു, വടിയ. कहता है कि उस लाठी को नीचे डालो। ആ വടി നീ താഴെ ഇടാൻ പറഞ്ഞു. वो सांप बन गया। അത് പാമ്പായി മാറി. परमेश्वर कहता है कि उधर जाके तू ऐसे ही दिखाना है। നീ അവിടെ ചെന്ന് അങ്ങനെ തന്നെയുള്ള അത്ഭുതം ചെയ്യാൻ പറഞ്ഞു. फरवो से कहता है कि मेरा परमेश्वर ने मुझे भेजा है, तो वो पूछता है कि तेरा परमेश्वर कौन है? ആ മോശ ചെന്ന് പറഞ്ഞു, എന്റെ ദൈവമാണ് എന്നെ അയച്ചത്. അപ്പോൾ മോശയോട് ഫറവോൻ ചോദിച്ചു, ആ ദൈവം ആരാ? कहता है कि मेरा लाठी अब दिखाएगा बोलकर लाठी नीचे डालता है, वो सांप बन जाता है। ആ വടി താൻ നിലത്തിട്ടു, അത് സർപ്പമായി മാറി. हालेलुया। फरवो कहता है कि अरे बहुत बढ़िया वाला मैजिक दिखाया है, मेरे भी कुछ लोग हैं, मैं पूछता हूँ कि वो भी कर दिखा सकते हैं। ഫറവോൻ പറഞ്ഞു, ആഹാ ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല കാര്യമാണ്, എന്റെ ആളുകളെ വിളിക്കുക, അവരും ഇതൊക്കെ ചെയ്യും. हालेलुया। प्रेज़ लॉर्ड। उनके जादू टोना करने वालों को बुलाता है, वो भी उनका लाठी डालता है, वो भी सांप बन जाता है। അവരുടെ മന്ത്രവാദികളും വന്നു, അത് ചെയ്തു, അവരും അടിയിട്ടപ്പോൾ അതും പാമ്പായി മാറി. लेकिन मूसा की लाठी ने बाकी के सारे सांपों को निगल लिया।
എന്നാൽ മോശയുടെ വടിയെ സർപ്പമായി മാറിയ ആ സർപ്പം മറ്റു മന്ത്രവാദികളെ സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞു. आपको वो बात जानते हैं, इसके लिए मैं उस बातों को ज्यादा डिटेल में जाना नहीं चाहूंगा. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞത്. वो जादू टोना करने वालों का जो लाठी था, वही लाठी से वे भी बड़े बड़े मैजिक्स दिखाते थे. മന്ത്രവാദികളും അവരുടെ വടികൾ കൊണ്ട് പല പ്രവർത്തികളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. लेकिन अब ये जादू टोने वाले यदि कहीं जाते हैं, वहां के लोग कहते हैं कि है मैजिशियंस, थोड़ा मैजिक करके दिखाओ. वो अब कुछ कर नहीं पाएगा. ആ മന്ത്രവാദികൾ ഇനി എവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി ആ മന്ത്രവാദങ്ങളോ മാജിക്കുകളോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. सोचकर देखिएगा, वो यदि एक बर्थडे पार्टी में उन लोग जा रहे हैं അവരൊരു ജന്മദിനാഘോഷത്തിന് പോയെന്ന് ചിന്തിക്കുക. और वहां के लोग कहेंगे कि आप बड़े मैजिक दिखाने वाले हैं, थोड़ा सा मैजिक दिखा दो. അവരോട് പറയും, നിങ്ങൾ മാജിക്ക് കാണിക്കുന്നവരല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരുന്നു. वो मैजिशियन कहेगा, वो जादू टोना करने वाला कहेगा कि अरे मेरा काम ही रुक गया, क्योंकि मेरा एक लाठी था, वो मूसा का लाठी ने निगल लिया है. ആ മന്ത്രവാദികൾ പറയും, എന്റെ പണിയെല്ലാം നിന്നിരിക്കുക, കാരണം എന്റെ വടി ഉണ്ടായിരുന്നു, അത് അന്ന് മോശയുടെ ആമേൻ ആ സമയത്ത് മോശയുടെ വടി അതിനെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. उनका काम भी खत्म हो गया, क्योंकि मूसा का सर्प ने उसे पूरा निगल लिया है. അവരുടെ പണി പോലും പോയിരിക്കുകയാ, മോശയുടെ സർപ്പം അവരെ വിഴുങ്ങിക്കളഞ്ഞു. वही काम परमेश्वर हमारे द्वारा भी हमारे देशों में करना चाहता है. നമ്മളിൽ കൂടെയും ദൈവം ചില വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. उनका काम बंद करने के हिसाब से पवित्र आत्मा का सामर्थ्य परमेश्वर हमारे ऊपर डालना चाहता है. പിശാചിന്റെ പ്രവർത്തികൾ അവസാനിപ്പിക്കത്തക്കവണ്ണമുള്ള അത്ഭുത പ്രവർത്തികൾ, അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ചിലത് ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर ने आपको जिस क्षेत्र में ठहराया है, उसी जगह पर परमेश्वर आपके द्वारा आश्चर्य कार्यों को करना चाहता है. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. हालेलुया, प्रेज लॉर्ड. प्रेरित पौलुस के द्वारा उस एफेसोस के कलीसिया में परमेश्वर असाधारण कार्यों को कर रहा है. പൗലോസ് നിമിത്തം ആ എഫെസോസ് സഭയിൽ വലിയ അത്ഭുതങ്ങളും അസാധാരണ പ്രവൃത്തികളും വെളിപ്പെട്ടു വന്നു. वहां के देश में बहुत सारे चमत्कार होता है, लेकिन वैसा ही पौलुस के द्वारा परमेश्वर नहीं कर रहा है, बल्कि एक्स्ट्रा ऑर्डिनरी मिरेकल्स परमेश्वर उस पौलुस के द्वारा वहां पर कर रहा है. അവിടുത്തെ മന്ത്രവാദികൾ നിമിത്തവും ആ ദേശത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പൗലോസിൽ കൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചത് അങ്ങനെയല്ല, അതിൽ പരമായ ആമേ പരിശുദ്ധാത്മ നിറവിലുള്ള അത്ഭുത പ്രവൃത്തികളാണ് അവിടെ തന്നിലൂടെ വെളിപ്പെട്ടത്. कलीसिया गिनती में बढ़ना शुरू हो गया. സഭ എണ്ണത്തിൽ പെരുകി. हालेलुया, वहां पर परमेश्वर की उपस्थिति के कारण परमेश्वर की आनंद लोग अनुभव करना शुरू कर लिया. പരിശുദ്ധാത്മ നിറവ് നിമിത്തം ജനം സന്തോഷിപ്പാനിടയായി. आमीन. इन दिनों में हम प्रार्थना करने पाए, हे खुदा तो हमें जीवित कर, ताकि हम तुझ में आनंदित होने पाए. നമ്മുടെ പ്രാർത്ഥന ഇതായി മാറട്ടെ, ദൈവമേ നിന്നെ ഞങ്ങൾ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ ജീവിപ്പിക്കണം. और एक बार खुदा तो हमें रिवाइव कर, और एक बार खुदा तो हमें जीवित कर, ताकि हम तुझ में आनंदित कर पाए. ഞങ്ങളെ വീണ്ടും ഒന്നുകൂടെ ജീവിപ്പിക്കണമേ, ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. मैंने काफी पर्सनल बातें बताया है, आप गलत तरीके से नहीं लेना. प्रेज लॉर्ड, आपको समझाने के लिए उदाहरण के द्वारा उस बातों को मैंने कहा है. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिया परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल. आमेन, आमेन.